ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനം എന്നതിന് ഇംഗ്ലീഷിൽ ദ അൺസർച്ചബിൾ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കുറെ കൂടി വ്യക്തത നൽകുന്നതാണ്. ക്രിസ്തുവിന് പിതാവാം ദൈവത്തിലുള്ള സമതേജസ്സും മനുഷ്യ രക്ഷയ്ക്കായുള്ള പുത്രൻ്റെ സ്വയം താഴ്ത്തലും പുത്രൻ്റെ ഇഹലോക ജീവിതത്തിലെ നിഷ്പാപപൂർണതയും തൻ്റെ മരണത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ഉപമാതീതമായ അവസ്ഥയും സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിലുള്ള തൻ്റെ മധ്യസ്ഥതയും മനുഷ്യരുടെ ഇടയിലുള്ള തൻ്റെ വാസസ്ഥലവും വീണ്ടെടുപ്പും രക്ഷയും ജ്ഞാനവും നിത്യതയും ആത്മാവിലുള്ള ജീവിതവും സമാധാനവും അങ്ങനെ മനുഷ്യബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ മനസ്സിലാക്കുവാനോ നിർണയിക്കുവാനോ കണക്ക് കൂട്ടുവാനോ പൂർണ്ണമായി കണ്ടുപിടിക്കുവാനോ സാധിക്കാത്ത രീതിയിൽ പിതാവ് പുത്രനിൽ നിക്ഷേപിച്ചിരിക്കുന്ന ധനങ്ങളുടെ നീണ്ട നിരയാണ് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനം എന്നതുകൊണ്ട് അപ്പോസ്തലൻ അർത്ഥമാക്കുന്നത്. ക്രിസ്തുവിനെ അളന്നറിയുവാൻ സാധിക്കാത്ത ഈ അപ്രമേയ ധനത്തിൻ്റെ പ്രഖ്യാപനമാണ് സുവിശേഷം. മനുഷ്യർക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗധേയമാണ് സുവിശേഷം മൂലം ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ജാതികളുടെ രക്ഷയ്ക്കായി ആ സദ്വാർത്തയുടെ പ്രഖ്യാപകനാകാനുള്ള കൃപ ലഭിച്ചതുകൊണ്ട് അപ്പോസ്തലൻ അനുഭവിച്ച മറ്റേതൊരു കഷ്ടവും നിസ്സാരമാണെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നു. ഇത്ര വലിയൊരു മഹനീയത മനുഷ്യ സൃഷ്ടിക്ക് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ മഹാകാരുണ്യമാണ്. ലോകസ്ഥാപനം മുതൽ മറയപ്പെട്ട് കിടന്നിരുന്ന ക്രിസ്തുവിൻ്റെ ഈ അപ്രമേയ ധനം അപ്പോസ്തലരിലൂടെ അനുഗ്രഹമായി പകർന്നു കിട്ടിയ പുതിയ നിയമസഭ ആ ദൈവിക ജ്ഞാനവും മഹത്വവും നഷ്ടപ്പെട്ടു പോകാതെ പകർന്നു കൊടുത്ത് വെളിച്ചമായി നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിൽ സഭയുടെയും പൗലോസ് അപ്പോസ്തലനെ പോലെ നാം എന്ന വ്യക്തിയുടെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ അനിവാര്യതയും ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടികളായ മനുഷ്യൻ്റെ പുനഃനവീകരണം സഭ വഴിയായി നമ്മിലൂടെയും നിർവഹിക്കപ്പെടട്ടെ. കർത്തവ്യം മറക്കാതിരിക്കുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.